സാർ നമസ്കാരം. നമസ്കാരം. 37 ദിവസത്തെ തുടർച്ചയായ സമരത്തിനൊടുവിൽ പാറ്റാ സമരം എന്ന് ആക്ഷേപിച്ച് CJP കുട്ടികളുടെ മുൻപിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. ആ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ ഉയർന്നു വന്ന സമരവും അതിനോടനുബന്ധിച്ചുണ്ടായ കലാപവും പൊട്ടിത്തെറികളുമെല്ലാം കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. എങ്കിലും കുട്ടികളുടെ യാതൊരു ആവശ്യത്തിനും ഒരു തരത്തിലും പരിഗണന കാണിക്കാതെ ആ സമരം ഏതു വിധേനയും ശക്തി കൊണ്ട് അടിച്ചമർത്തും എന്ന ധാരണയോടുകൂടി കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ സമാധാനപരമായ ആ സമരം പ്രക്ഷുബ്ധമാകുന്നതും പോലീസ് അവിടെ കയ്യേറ്റം ചെയ്യുന്നതും നമ്മൾ കണ്ടു. അതിൽ 1-2 കുട്ടികൾ ICU യൂണിറ്റിൽ കോമ സ്റ്റേജിലാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം പ്രിയങ്ക ഗാന്ധി അടക്കം ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരടക്കം നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി VD സതീശൻ, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കമുള്ള ആളുകൾ കുട്ടികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദിറിൽ സമരപന്തലിലേക്ക് എത്തുകയും അവിടെ നിന്നും പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ കല്യാൺ മാർഗിൽ അവർ സത്യഗ്രഹം ഇരിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടു. രാഹുൽ ഗാന്ധി അടക്കം പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുന്നതും കണ്ടു. ഇന്നലെ BJPയുടെ നേതാവായ JP നദ്ദയും അതുപോലെ ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കുട്ടികളുടെ പ്രതിനിധികളുമായി സംസാരിച്ചു. തത്വത്തിൽ അപ്പോൾ സമരം തീരുന്നു എന്ന രീതിയിലേക്ക് ഒരു സൂചനയുണ്ടായിരുന്നെങ്കിലും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന കാര്യത്തിലൊഴികെ കുട്ടികൾ ഉന്നയിച്ച കാര്യങ്ങളോട് BJP വക്താക്കൾ അനുഭാവപൂർവ്വം തന്നെയാണ് നടപടി സ്വീകരിച്ചത്. പരിക്കേറ്റ കുട്ടികൾക്ക് 1 കോടി രൂപ വീതം നൽകണമെന്നുള്ള ആവശ്യം തത്വത്തിൽ അംഗീകരിക്കുന്നു. കുട്ടികൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാം എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിന് ഇന്ന് ഉച്ചവരെയാണ് അവർ സമയം ചോദിച്ചിരുന്നത്. എന്നാൽ അവർ ചോദിച്ചിരുന്ന സമയത്തിന് മുമ്പായി കൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ താൻ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം രാജിവെക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പേജിലൂടെ അറിയിക്കുകയുണ്ടായി. ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഈ കുട്ടികളുടെ സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. അഥവാ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാന്യനായ നരേന്ദ്രമോദി തന്നെ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും എന്ന് വിദ്യാർത്ഥി പ്രതിനിധികൾ ചങ്കുറ്റത്തോടു കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമരക്കൊടുങ്കാറ്റിൽ നരേന്ദ്രമോദിയുടെ സർവ്വസന്നാഹങ്ങളും തകർന്നു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് RSSൻ്റെയും അതേപോലെ BJPയുടെയും സർവ്വസന്നാഹങ്ങളോടുകൂടി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ കഴിഞ്ഞ 15 വർഷമായി ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല സമരങ്ങളും നടന്നെങ്കിൽ അതൊക്കെ അടിച്ചമർത്തുകയോ തകർക്കുകയോ അല്ലെങ്കിൽ അത് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ BJPക്കോ ഒരു പോറൽ പോലും സംഭവിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉള്ള സമയത്ത് കേരളത്തിലെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസും അതുപോലെ പല പ്രതിപക്ഷ കക്ഷികൾ ഉണ്ടായിട്ടും അവർക്കൊന്നും കഴിയാത്തൊരു കാര്യമാണ് ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരൊറ്റ ആളുടെ തലയിൽ നിന്നുദിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആശയം കത്തിപ്പടർന്ന് വളർന്ന് അവസാനം ധർമ്മേന്ദ്ര പ്രസാദ് രാജിവെക്കേണ്ട ഗതികേടിലേക്ക് ഈ സംഭവം എത്തിച്ചിരിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി ഉത്ഭവിക്കുന്നതിന് കാരണം ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ആണെന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ആവശ്യം. ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് അദ്ദേഹം ഒരു യുവാക്കളെ പാറ്റകളെ പോലെ എന്ന് ഉപമിച്ചത് എടുത്തുനിന്നാണ്, അവഗണിച്ച് അവരെ മോശപ്പെടുത്തി എന്നുള്ള വാക്കിൽ നിന്നാണ് ക്രോക്രോച്ച്, ആ പാറ്റ എന്ന വാക്കുപയോഗിച്ച് ക്രോക്രോച്ച് ജനതാ പാർട്ടി, അതായത് ഒന്നിനും കൊള്ളാത്ത കഴിവില്ലാത്ത ആർക്ക് വേണം എന്നുള്ള നിലയിലുള്ള ആളുകളെ മുന്നിൽ ആ പേരിൽ തന്നെ ഒരു ജനതാ പാർട്ടി ഉണ്ടാക്കിയെടുത്തത്. മുമ്പ് നമുക്കറിയാം ജനതാദൾ എന്ന് പറയുന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണായിരുന്നു. 1977 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ടുള്ള ജനതാ പാർട്ടി രൂപീകരിക്കുകയും ഇന്ത്യ മുഴുവൻ കൊടുങ്കാറ്റായി മാറുകയും ഇന്ദിരാഗാന്ധി അടക്കം തോൽക്കുകയും അങ്ങനെ ദയനീയമായ ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത്. എന്നാൽ അതിനൊക്കെ പിൻബലമായി അന്നത്തെ പാർട്ടികളുണ്ടായിരുന്നു. ജനസംഘവും അതേപോലെയുള്ള ധാരാളം പാർട്ടികളൊന്നും ഉണ്ടായിരുന്നു. ആ പാർട്ടികൾ എല്ലാവരും കൂടി യോജിച്ചിട്ടാണ് ഇങ്ങനെ സാധനം ഉണ്ടായത്. എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഒരു
നീറ്റ് പരീക്ഷയിൽ മരിച്ച ആത്മഹത്യ ചെയ്ത 20ഓളം പേർ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് അത് ഇന്ത്യയിലെ 7.5 കോടി വിദ്യാർത്ഥികളെ ബാധിച്ചിട്ടുണ്ട്. അതിന് കാരണക്കാരൻ ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കഴിവ് കേടാണ്. ഇത്രയും നല്ല രൂപത്തിൽ ഒരു പരീക്ഷ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് പേപ്പറുകൾ ഇഷ്ടം പോലെ വിൽക്കുകയും അത് കോടിക്കണക്കിന് രൂപ ബിസിനസ്സായി മാറുകയും അതിനൊക്കെ കാരണക്കാരൻ കേന്ദ്രമന്ത്രിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ആ ഒരു അറിവിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി രൂപം കൊള്ളുന്നതും അതിനെതിരെ സമരം ആരംഭിക്കുന്നതും. അഭിജിത്ത് എന്ന് പറയുന്ന ആ യുവാവ് തുടങ്ങി വെച്ച സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം ഏറ്റെടുത്ത് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഡൽഹിയിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകുകയും പിന്നീട് അതൊരു ജനസമുദ്രമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. അവസാനം രാഹുൽ ഗാന്ധിക്കടക്കം അതിനകത്ത് ഇറങ്ങി അവരെ അംഗീകരിക്കേണ്ടി വന്നു. കാരണം ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അവരെ അംഗീകരിച്ചിരുന്നില്ല. ഒരു ഘട്ടം കഴിഞ്ഞ് അവർ വലിയ റാലി നടത്തിയ ഒരു സന്ദർഭത്തിൽ അവർക്കെതിരെ ക്രൂരമായ രൂപത്തിൽ പോലീസ് നരവേട്ട നടത്തിയ സമയത്താണ് രാഹുൽ ഗാന്ധി ഇടപെടുന്നത്. രാഹുൽ ഗാന്ധി അപ്പോഴത്തേക്കും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ചെറിയ മീനല്ല, വമ്പൻ സ്രാവ് തന്നെയാണ്, അത് മോദിയെ കൊണ്ട് പോകൂ എന്ന് കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്തുണയുമായി എത്തിയത് എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു സമരം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞില്ല, CPIക്ക് കഴിഞ്ഞില്ല, അല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല. പകരം ഒരു ആശയത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥി, എല്ലാ രാഷ്ട്രീയത്തിലും പാർട്ടികളിലും പെട്ട, എല്ലാ മതങ്ങളിലും പെട്ട, സമുദായത്തിലും പെട്ട വിദ്യാർത്ഥികളെ ചേർത്ത് ഒരുക്കിക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയ വിദ്യാർത്ഥികൾ ഒരു സമര ചരിത്ര വിജയമാണ് ഇന്ന് സമ്മാനിച്ചത്. അവർ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒന്നുകിൽ ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ ധർമ്മേന്ദ്ര പ്രസാദ് രാജിവെക്കണം, ഇല്ലെങ്കിൽ നരേന്ദ്രമോദി രാജിവെക്കേണ്ടി വരും. അപ്പം ഇന്നലെ വരെയുള്ള അനുഭവം വെച്ചിട്ട് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും BJPക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള പ്രതികരണമാണ്, ആഞ്ഞടിക്കുകയാണ് കൊടുങ്കാറ്റെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി പേടിച്ചു പറച്ചാണ് സത്യത്തിൽ ഇന്ന് ധർമ്മേന്ദ്ര പ്രസാദിനെ കൊണ്ട് രാജിവെപ്പിച്ചത്. ഇല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞാൽ നാളെ മുതൽ മോദിക്ക് രാജിവെക്കേണ്ടി വരും. കാരണം BJPയിലുള്ള അണികളടക്കം, BJPയിലെ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ മക്കളടക്കം, ഇന്ത്യയിലെ എല്ലാ മേഖലകളിലുള്ള വിദ്യാർത്ഥികളും ജനങ്ങളും, ഇതിന് പോലീസും, ഈ സമരത്തെ നേരിടാമെന്ന പോലീസിന്റെ ഭാര്യമാര്, ഇവരൊക്കെ തന്നെ ഈ സമരത്തോട് അനുഭാവം പിടിച്ചുകൊണ്ട് അവർ കൂട്ടിച്ചേരുകയായിരുന്നു. യാതൊരു ആയുധം ഉപയോഗിക്കാതെ സത്യസന്ധമായി ഒരു തരത്തിലും മുദ്രാവാക്യം മാത്രം മുഴക്കി, ആശയമുള്ള മുദ്രാവാക്യം മാത്രം മുഴക്കി കൂട്ടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഈ സ്വാതന്ത്ര്യ സമരത്തെയാണ് ഓർമ്മിക്കുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാപരമായ നേതൃത്വങ്ങൾ, അഹിംസ മാത്രമാണ് നമ്മുടെ സമരത്തിന്റെ മാർഗം, അല്ലാതെ ഹിംസയില്ല. അതേപോലെ ഡൽഹിയിൽ ഞങ്ങൾ യാതൊരു ആയുധം ഉപയോഗിച്ചിട്ടോ കലാപം ഉണ്ടാക്കിയോ അക്രമം ഉണ്ടാക്കിയോ അല്ല സമരം നടത്തുന്നത്. സംഘടിത ശക്തിയുടെ മുന്നിൽ മോദി കീഴടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതിപ്പോൾ വിജയിച്ചിരിക്കുന്നു. അതൊരു ചരിത്രമാണ്, ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന ഒരു സമരമായി ഈ സമരം മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ RSSന്റെ തലമുതിർന്ന നേതാക്കളായ ഇപ്പോൾ മുരളി മനോഹർ ജോഷി, അതുപോലെ RSSന്റെ മേധാവിയായ മോഹൻ ഭാഗവതൊക്കെ കൃത്യമായ അഭിപ്രായം പറഞ്ഞു. കുട്ടികളുടെ പ്രശ്നങ്ങളെ കേൾക്കാതെ പോകരുത്, അവർ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി സമവായം കാണിക്കണം, അവർ കുറച്ചുകൂടി അച്ചടക്കത്തോടു കൂടി കുട്ടികളെ നേരിടണം എന്ന് തന്നെ ഇന്ന് മോഹൻ ഭാഗവത് എടുത്തു തന്നെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായും അത്തരം സൂചനകളൊക്കെ പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദിക്കുള്ളൊരു താക്കീത് കൂടി തന്നെയായിരുന്നു അത്. കുട്ടികളെ ഇങ്ങനെ കൈകാര്യം ചെയ്തത്, കുട്ടികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, അവരെ പഠിക്കണം, അവരുടെ വിഷയം മനസ്സിലാക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ള സൂചന അതിനുള്ളിലുണ്ടായിരുന്നു. മോദിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ച് നിർത്തലല്ല ആവശ്യം, കുട്ടികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ഒരു വ്യക്തമായ അജണ്ട മുന്നോട്ട് വന്നതോടുകൂടി നരേന്ദ്രമോദിക്ക് അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ, ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള മറ്റു പല പ്രതിപക്ഷ കക്ഷികളുടെ ഒപ്പം മറ്റ് ചില വിധ്വംസക ശക്തികളും സമരത്തിൽ അണിചേരുകയും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും, രാജ്യവ്യാപകമായ വലിയ കലാപങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് കൂടി ഇൻ്റലിജൻസ് വിഭാഗം ധരിപ്പിക്കുകയും അങ്ങനെയാണ് മോദി ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, അത് മാത്രമല്ല, ഈ സമരത്തിൻ്റെ ശക്തി അത്രമാത്രം ഉണ്ടായിരുന്നു. അത് അവസാനം RSSനെ പോലും അത് അംഗീകരിപ്പിക്കേണ്ടി വന്നു. അതാണ് സത്യം. ഇവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലല്ല പ്രവർത്തിച്ചത്.
അവര് വന്ദേ മാതരവും അതേപോലെ ഗാന്ധിയൻ സിദ്ധാന്തത്തിലായിരുന്നു ദേശീയ ഗാനവും ചൊല്ലിക്കൊണ്ടാണ് അത് കൃത്യമായി ഗാന്ധിയൻ മാർഗത്തിലൂടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ചുവട് പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശത്തുള്ള ശക്തികളുടെ ചട്ടുകമായിട്ടല്ല, പകരം ഒരു വിഷയം, സത്യസന്ധമായ വിഷയം, 7.5 കോടി വിദ്യാർത്ഥികളെ ബാധിച്ച വിഷയം അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ ഭാവി, അവരുടെ ജീവൻ വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കളിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അത് കൃത്യമായി അവർ സമരത്തിലേക്ക് ഇറങ്ങിയത്. അത് ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ല, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വേറെ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പറഞ്ഞത് അത് തന്നെയാണ്. ഞങ്ങൾ സഹന സമരമാണ് നടത്തുന്നത്, ഒരു കാരണവശാലും ഞങ്ങൾക്ക് മറ്റായുധമില്ല, സഹനമല്ലാതെ മറ്റൊരു ആയുധമില്ല. പക്ഷേ ഈ പോലീസ് വാനിനൊക്കെ കല്ലെറിയുന്ന തരത്തിലേക്കുള്ള ചില ആളുകൾ ഈ കുട്ടികളെന്ന വ്യാജേന പലരും പല ഗുണ്ടാ പടയണികളും അതിൽ കടന്നു കയറുകയും അങ്ങനെ സമരത്തെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു രീതികൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ കണ്ടു. അപ്പോൾ അഭിജിത്ത് ദീപ്കെ കൃത്യമായി പറഞ്ഞു, ഇത് ഞങ്ങളുടെ സമരമല്ല, ഞങ്ങൾ അത്തരത്തിലൊരു സമരം ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് കൂടി പറഞ്ഞു. ആ ഒരു അവസരത്തിലാണ് കൃത്യമായി ഇൻ്റലിജൻസ് ബ്യൂറോവിൻ്റെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നതും മോദിയോട് കൃത്യമായി തന്നെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതും. ഇത് കൈവിട്ട കളി തന്നെയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് വലിയ വിഷയങ്ങളിലേക്ക് നീങ്ങും. തീർത്തും ഇവിടെ ഒരു വാശിയോ അല്ലെങ്കിൽ ഈഗോ അല്ല സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ടത്, സമവായം തന്നെയാണ്. ഇത് തന്നെയാണ് വാങ്ചുങ്ങും വെളിപ്പെടുത്തിയത്. പക്ഷേ വാങ്ചുങ്ങിൻ്റെ സമരം അവർ ഒത്തുതീർപ്പാക്കി കഴിഞ്ഞപ്പോൾ അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നുള്ള ആവശ്യത്തോട് വാങ്ചുങ് കണ്ണടച്ചു. ആദ്യം വാങ്ചുങ് സമരം ചെയ്യുമ്പോൾ തീർച്ചയായും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള ആവശ്യമായിരുന്നു മുൻനിർത്തിയത്. പക്ഷേ ബാക്കി 2 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നു എന്നൊരു നില വന്നപ്പോൾ വാങ്ചുങ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. എന്തായാലും ഈ സമരം ചരിത്ര വിജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തും. മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയിൽ എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നുള്ള അഹന്ത ഒരു ഭരണാധികാരിക്കും നടത്താൻ പറ്റില്ല എന്നുള്ളത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവജനങ്ങൾ. രാഷ്ട്രീയം വേണ്ട, സംഘടന വേണ്ട, പക്ഷേ ഇന്നത്തെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ശക്തമായ ആയുധം ഉപയോഗിച്ച് ഏത് പ്രശ്നങ്ങളെയും ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാൻ ആശയപ്രചരണം കൊണ്ട് കഴിയും. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നടത്തിയിട്ടുള്ളത്. എന്ത് തമ്മാടിത്തരം കാണിച്ച്, എന്ത് തോന്നിയാസം കാണിച്ച്, എന്ത് അഴിമതി നടത്ത് ഇവിടെ ഭരണം നടത്താമെന്നുള്ള വ്യാമോഹത്തിനുള്ള തിരിച്ചടി കൂടിയാണ്. എന്തായാലും മുട്ടുമടക്കിയിരിക്കുന്നു നരേന്ദ്രമോദി. ചരിത്രത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയിൽ ആദ്യമായിട്ടാണ് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് അയോധ്യയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിക്ക് നേരിട്ട് ബന്ധമുള്ള ആളുകളാണ് അവിടെ കൊള്ള നടത്തിയിട്ടുള്ളത്. അത് നരേന്ദ്രമോദിയെ കൊണ്ടേ പോകൂ എന്നുള്ളതാണ് സത്യം. ശരിക്കും രാഹുൽ ഗാന്ധി ഈ സമരത്തെ മാതൃകയാക്കിക്കൊണ്ട് ഇതേപോലുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള മാർഗം കൂടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി മുന്നിൽ ഉയർത്തിയിട്ടുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായി പങ്കെടുക്കുകയും നേതൃത്വം കൊടുക്കുകയും അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചഴയ്ക്കുന്ന രംഗം പോലും ലോകം മുഴുവൻ കാണേണ്ടി വന്നു. അതും വലിയ തിരിച്ചടിയായി മാറിയിരുന്നു. 2 പാർലമെന്റുകൾ, അതായത് രാജ്യസഭയും ലോകസഭയും സ്തംഭിക്കുന്ന രീതിയും നമ്മൾ കണ്ടു. അവർക്ക് അനങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല കുറേ ദിവസമായി. എന്തായാലും ഇന്നത്തോടുകൂടി ആ സമരം ചരിത്ര വിജയമായി നേടിയതായി നമുക്ക് കാണാം. എന്തായാലും മുട്ടുമടക്കി നരേന്ദ്രമോദി എന്ന് പറയുന്നതിന് പകരം നരേന്ദ്രമോദി യുഗം അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. സാർ, ഇതിലൂടെ ഒരു കാര്യം കൂടി നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏതെങ്കിലും ഒരു സമരം വിജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്തുണയോ ഒന്നും വേണമെന്നില്ല എന്ന് കൃത്യമായൊരു ഇച്ഛാശക്തി മാത്രമുണ്ടെങ്കിൽ വിഷയങ്ങൾ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ, ജനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ, ജനകീയമാണെങ്കിൽ തീർച്ചയായും അതിന് ജനങ്ങൾ കൂടി ഉണ്ടാവും. അതെ, വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി, പാറ്റ പാർട്ടി എന്ന് അധിക്ഷേപിച്ച ഈ കുട്ടികളുടെ സമരത്തിൻ്റെ ഐതിഹാസികമായ വിജയം.